ചെസ് പഠിക്കുന്ന മിക്ക ആളുകളും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഏത് ഓപ്പണിംഗാണ് ആദ്യം പഠിക്കേണ്ടത്? ലോകത്തിലെ ഏറ്റവും മികച്ച ചെസ് പരിശീലകരുടെ മറുപടികളിൽ ഇടം പിടിക്കുന്ന ഒരു ഓപ്പണിംഗാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്: ഇറ്റാലിയൻ ഗെയിം. 4 നൂറ്റാണ്ടിലേറെയായി കളിക്കപ്പെടുന്ന ഈ ഓപ്പണിംഗ് ഇന്നും ഗ്രാൻഡ് മാസ്റ്റർമാർ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല? നമുക്ക് ഓരോ നീക്കത്തിലൂടെയും മനസ്സിലാക്കാം. വൈറ്റ് E2-വിൽ നിന്ന് E4-ലേക്ക് പാവനെ നീക്കുന്നു. ഇതൊരു സാധാരണ നീക്കം മാത്രമല്ല, മധ്യഭാഗം നിയന്ത്രിക്കാനും ബിഷപ്പിനും ക്വീനും കളത്തിലിറങ്ങാനുള്ള വഴി തുറക്കാനുമുള്ള ഏറ്റവും ശക്തമായ തുടക്കമാണ് ഇത്. ചെസ്സിലെ പല പ്രശസ്ത ഓപ്പണിംഗുകളും ഈ ഒരൊറ്റ നീക്കത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ബ്ലാക്കും പിന്നിലാകാൻ തയ്യാറല്ല. E7-ൽ നിന്ന് E5-ലേക്ക് പാവനെ നീക്കി വൈറ്റിന്റെ കേന്ദ്രനിയന്ത്രണത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ഇരുവരും ബോർഡിന്റെ മധ്യഭാഗം സ്വന്തമാക്കാനുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതായി വൈറ്റ് G1-ൽ നിന്ന് F3-ലേക്ക് കുതിരയെ വികസിപ്പിക്കുന്നു. ഈ നീക്കത്തിലൂടെ E5-ലെ പാവന് സമ്മർദ്ദം സൃഷ്ടിക്കുന്നതിനൊപ്പം കിങ്സൈഡിലേക്ക് കാസിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പും ആരംഭിക്കുന്നു. ഒരു നല്ല ഓപ്പണിംഗിൽ ഓരോ നീക്കത്തിനും ഒന്നിലധികം ലക്ഷ്യങ്ങളുണ്ടാകും. അതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ നീക്കം. ബ്ലാക്ക് B8-ൽ നിന്ന് C6-ലേക്ക് കുതിരയെ വികസിപ്പിക്കുന്നു. ഇതിലൂടെ E5-ലെ പാവനെ സംരക്ഷിക്കുകയും മധ്യഭാഗത്തെ നിയന്ത്രണം ശക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബ്ലാക്കിന്റെ മറ്റു പീസുകൾ വികസിപ്പിക്കാനുള്ള വഴിയും ഒരുങ്ങുന്നു. ഇതോടെയാണ് ഇറ്റാലിയൻ ഗെയിം പൂർണ്ണരൂപം കൈവരിക്കുന്നത്. വൈറ്റ് F1-ൽ നിന്ന് C4-ലേക്ക് ബിഷപ്പിനെ വികസിപ്പിക്കുന്നു. ഈ ബിഷപ്പിന്റെ കണ്ണ് നേരെ F7 ചതുരത്തിലാണ്. കളിയുടെ തുടക്കത്തിൽ F7-നെ സംരക്ഷിക്കുന്നത് കിങ് മാത്രമാണ്. അതുകൊണ്ടുതന്നെ ഇത് ബ്ലാക്കിന്റെ ഏറ്റവും ദുർബലമായ സ്ഥാനങ്ങളിലൊന്നാണ്. ഇറ്റാലിയൻ ഗെയിമിലെ നിരവധി ആക്രമണങ്ങൾ ഈ ചതുരത്തെ ചുറ്റിപ്പറ്റിയാണ് രൂപപ്പെടുന്നത്. ഇറ്റാലിയൻ ഗെയിമിന്റെ യഥാർത്ഥ ലക്ഷ്യം വേഗത്തിൽ പീസുകൾ വികസിപ്പിക്കുക, മധ്യഭാഗം നിയന്ത്രിക്കുക, സുരക്ഷിതമായി കാസിൽ ചെയ്യുക, തുടർന്ന് F7-നെ ലക്ഷ്യമാക്കി ആക്രമണം ഒരുക്കുക എന്നതാണ്. തുടക്കക്കാർക്ക് മാത്രമല്ല, ലോക ചാമ്പ്യന്മാർ വരെ ഇന്നും ഈ ഓപ്പണിംഗ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഇതായിരുന്നു ഇറ്റാലിയൻ ഗെയിമിന്റെ അടിസ്ഥാന പരിചയം. അടുത്ത ഭാഗത്തിൽ ഈ ഓപ്പണിംഗിലെ അപകടകരമായ ട്രാപ്പുകളും ശക്തമായ ആക്രമണ പദ്ധതികളും നമുക്ക് പഠിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. കൂടുതൽ ചെസ് പാഠങ്ങൾക്കായി ചെക്ക്മേറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.